നമസ്കാരം. ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന എന്നാൽ അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു രഹസ്യ ശക്തിയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. റെസൊണൻസ് എന്താണിത്? ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിലറിയാൻ നിങ്ങൾ തയ്യാറാണോ? നമുക്ക് തുടങ്ങാം. ഒരു നിമിഷമൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു അമ്പലത്തിലെ മണി മുഴങ്ങുന്നതും നിങ്ങളിപ്പോൾ ഇവിടെയിരിക്കുന്നതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാകുമോ? ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ ഒരു ബന്ധവുമില്ലെന്ന് തോന്നും, അല്ലേ? എന്നാൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, അതിനെല്ലാ ബന്ധവുമുണ്ടെന്ന്. ആ ബന്ധത്തിന്റെ പേരാണ് റെസൊണൻസ്. ഇതെങ്ങനെയാണ് നമ്മുടെയെല്ലാം നിലനിൽപ്പിനെ സ്വാധീനിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എന്താണ് ഈ റെസൊണൻസ്? വളരെ ലളിതമായി പറഞ്ഞാൽ പ്രകൃതിയുടെ ഏറ്റവും പെർഫെക്റ്റ് ആയ ഒരു നോട്ട് അല്ലെങ്കിൽ ഒരു താളം എന്നൊക്കെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ഈ ലോകത്തിലെ എല്ലാ വസ്തുക്കൾക്കും അതിൻ്റേതായ ഒരു സ്വാഭാവിക മിടിപ്പുണ്ട്. അതിനെയാണ് നമ്മൾ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. പുറത്തുനിന്ന് വരുന്ന ഒരു ഊർജം ഈ മിടിപ്പുമായി കൃത്യമായി താളത്തിൽ ചേരുമ്പോൾ ആ വസ്തുവിന് വല്ലാത്തൊരു ഊർജം കൈവരും. അതാണ് റെസൊണൻസ് എന്ന അവസ്ഥ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ മണിയുടെ കാര്യം തന്നെ എടുക്കാം, അല്ലേ? നിങ്ങൾ വെറുതെ ഒന്ന് പതുക്കെ തട്ടിയാൽ ഒരു നേരിയ ശബ്ദം കേൾക്കും. പക്ഷേ അതിൻ്റെ ആ സ്വാഭാവിക ഫ്രീക്വൻസിയിൽ, അതായത് ഏറ്റവും ശരിയായ രീതിയിൽ തട്ടുമ്പോഴോ അത് ഉച്ചത്തിൽ വളരെ വ്യക്തമായി ഒരുപാട് നേരം മുഴങ്ങിക്കൊണ്ടേയിരിക്കും. അതാണ് റെസൊണൻസ്. ആ ഒരു കൃത്യമായ ഊർജം വലിയൊരു പ്രതികരണത്തിന് കാരണമായി. ഈ റെസൊണൻസ് എന്നത് ഒരു മണിനാദത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല കേട്ടോ. ഇത് പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ കണികകളുടെ ലോകത്തുവരെ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. നമുക്ക് ആ സബറ്റോമിക് ലോകത്തേക്കൊന്ന് എത്തിനോക്കിയാലോ? പാർട്ടിക്കിൾ ആക്സിലറേറ്ററുകളിൽ നടക്കുന്ന വലിയ ഊർജ്ജത്തിലുള്ള കൂട്ടിയിടികളിൽ നമ്മൾ കാണുന്ന പല കണികകളും ശരിക്കും പറഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള വസ്തുക്കളല്ല. അവ ഊർജ്ജത്തിന്റെ ചില കുതിച്ചുചാട്ടങ്ങൾ മാത്രമാണ്, അതായത് റെസൊണൻസുകൾ. ഇവയുണ്ടായി കണ്ണ് ചിമ്മുന്നതിനേക്കാൾ വേഗത്തിൽ വിഘടിച്ച് മറ്റു കണികകളായി മാറും. ഇവിടെ കാണുന്ന പേരുകളൊന്നും കേട്ട് പേടിക്കേണ്ട. ഡെൽറ്റ, റോ, സൈ, എപ്സിലോൺ ഇവയൊക്കെ ഒരു സബറ്റോമിക് മൃഗശാലയിലെ വ്യത്യസ്ത ജീവികളെ പോലെയാണെന്ന് കരുതുക. ഇവയെല്ലാം പ്രപഞ്ച നിയമങ്ങളുടെ ക്ഷണികമായ മിന്നലാട്ടങ്ങളാണ്. ഓർക്കേണ്ട കാര്യമിതാണ്, ഇവയെല്ലാം അടിസ്ഥാനപരമായി റെസൊണൻസുകളാണ്. ശരി, ഇനി നമുക്കൊരു പടി കൂടി മുകളിലേക്ക് വരാം. ആറ്റത്തിന്റെ ഹൃദയഭാഗമായ ന്യൂക്ലിയസിന്റെ ഉള്ളിലേക്ക്. ന്യൂക്ലിയസിനുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ഗേറ്റ് കീപ്പറെ പോലെയാണ് റെസൊണൻസ് പ്രവർത്തിക്കുന്നത്. പുറത്തുനിന്ന് വരുന്നൊരു കണിക ന്യൂക്ലിയസുമായി ചേരണമെങ്കിൽ അതിനൊരു പ്രത്യേക ഊർജ്ജം വേണം. ആ ഊർജ്ജം കൃത്യമാണെങ്കിൽ മാത്രം, അതായത് റെസൊണൻസിലാണെങ്കിൽ മാത്രം ആ ഗേറ്റ് തുറക്കും. അപ്പോൾ അവ താൽക്കാലികമായി ഒന്നായി ചേരും. അങ്ങനെ ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കാനുള്ള സാധ്യത 10 മടങ്ങ് വർദ്ധിക്കും. ഇനി പറയാൻ പോകുന്നത് ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. ശാസ്ത്രജ്ഞർ ഒരു റെസൊണൻസിനെ ഗ്രാഫിൽ വരയ്ക്കുമ്പോൾ ആ ഗ്രാഫിന്റെ ആകൃതി നോക്കി അതിന്റെ ആയുസ് എത്രയാണെന്ന് പറയാൻ പറ്റും. ഈ ചിത്രത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇടതുവശത്ത് കാണുന്ന ഗ്രാഫ് വളരെ കൂർത്തതും ഇടുങ്ങിയതുമാണ്, അല്ലേ? ഇതിനർത്ഥം ആ റെസൊണൻസ് കുറച്ചധികം നേരം നിലനിൽക്കുമെന്നാണ്. ഇനി വലതുവശത്തുള്ളത് നോക്കൂ, അത് പരന്നതും വീതിയുള്ളതുമാണ്. അതിനർത്ഥം ആ റെസൊണൻസ് വളരെ പെട്ടെന്ന് ഇല്ലാതാകുന്നു എന്നാണ്. സിംപിളായി പറഞ്ഞാൽ വീതി കൂടുന്തോറും ആയുസ് കുറയും. ഇതിനെയാണ് ബ്രൈറ്റ് വിഗ്നർ സിദ്ധാന്തമെന്ന് പറയുന്നത്. ഇതുവരെ നമ്മൾ സംസാരിച്ച ആശയങ്ങളെല്ലാം ഒത്തുചേർന്നാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുതം സംഭവിക്കുന്നത്. നമ്മുടെ എല്ലാം നിലനിൽപ്പിന് കാരണമായ നക്ഷത്രവെളിച്ചത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വലിയ രഹസ്യം. അതെ, ഞാൻ സംസാരിക്കുന്നത് ജീവന്റെ അടിസ്ഥാനമായ കാർബണിനെക്കുറിച്ചാണ്. നക്ഷത്രങ്ങളുടെ ഉള്ളിൽ ഈ കാർബൺ എങ്ങനെയാണുണ്ടായതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഈ പ്രക്രിയ നടക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത ഒന്നായിരുന്നു. നക്ഷത്രങ്ങൾക്കുള്ളിൽ 2 ഹീലിയം ന്യൂക്ലിയസുകൾ കൂടിച്ചേർന്ന് ബെരീലിയം 8 ഉണ്ടാകുന്നു. പക്ഷെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഈ ബെരീലിയം 8 കണ്ണ് ചിമ്മുന്നതിന്റെ കോടിക്കണക്കിന് അംശം സമയം കൊണ്ട് വിഘടിച്ചു പോകും. ആ ഒരു നൊടിയിടയ്ക്കുള്ളിൽ മൂന്നാമതൊരു ഹീലിയം വന്ന് അതിലിടിക്കണം. ഇതിനുള്ള സാധ്യത ഏതാണ്ട് 0. പക്ഷെ അവിടെയാണ് പ്രപഞ്ചത്തിന്റെ മാന്ത്രികത വരുന്നത്. ആ കൂടിച്ചേരലിന് ആവശ്യമായ ഊർജ്ജം കാർബൺ 12ന്റെ ഒരു പ്രത്യേക റെസൊണൻസ് ഊർജ്ജവുമായി കൃത്യമായി ഒത്തുവന്നു. ആ ഭാഗ്യമുള്ള റെസൊണൻസ് കാരണം അസാധ്യമെന്ന് കരുതിയ പ്രവർത്തനം സാധ്യമായി. ഇതാണ് ആ മാന്ത്രിക സംഖ്യ 7.65 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഇതൊരു ഊർജ്ജത്തിന്റെ അളവാണ്. കാർബൺ 12ന് ഈയൊരു പ്രത്യേക റെസൊണൻസ് ലെവൽ ഇല്ലായിരുന്നെങ്കിൽ പ്രപഞ്ചത്തിൽ കാർബൺ ഉണ്ടാകുമായിരുന്നില്ല. അതായത് നമ്മളാരും ഉണ്ടാകുമായിരുന്നില്ല. ഒന്നാലോചിച്ചു നോക്കൂ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും റെസൊണൻസുകൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന്. അത് പ്രകൃതിയുടെ ഒരു ആംപ്ലിഫയർ പോലെയാണ്. ചെറിയ കാര്യങ്ങളെ വലുതാക്കി കാണിക്കുന്നു. ഇതിന്റെയെല്ലാം കാതലായ ആശയം ഇതാണ്. അങ്ങേയറ്റം അസംഭവ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളെപ്പോലും പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാക്കി മാറ്റാനുള്ള കഴിവ് റെസൊണൻസിനുണ്ട്. അപ്പോൾ നമുക്ക് ചുരുക്കി പറയാം, റെസൊണൻസുകളെന്ന് പറയുന്നത് അതിസൂക്ഷ്മമായ കണികകളുടെ ലോകത്ത് ക്ഷണനേരം കൊണ്ട് പ്രത്യക്ഷപ്പെടുന്നവയാണ്. അവ ന്യൂക്ലിയസിനുള്ളിൽ രാസപ്രവർത്തനങ്ങൾക്കുള്ള കവാടങ്ങളായി പ്രവർത്തിക്കുന്നു. ഏറ്റവും പ്രധാനമായി
ജീവന്റെ മൂലകങ്ങൾ സൃഷ്ടിക്കാൻ നക്ഷത്രങ്ങൾക്ക് കഴിവ് നൽകുന്നതും ഈ റെസൊണൻസുകളാണ്. ഈ വിശകലനം നമ്മളെ ഒരു വലിയ ചോദ്യത്തിലേക്കാണ് എത്തിക്കുന്നത്. ഈ കാർബൺ 12 റെസൊണൻസ് പോലെ എത്രയെത്ര ഭാഗ്യമുള്ള യാദൃശ്ചികതകൾ ചേർന്നാണ് നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചം ഇങ്ങനെ ആയത്? ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കിയാക്കി നമുക്കിവിടെ നിർത്താം. വീണ്ടും കാണാം.